PSC ലേണിംഗ് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നടന്ന ഡിഗ്രി പ്രിലിംസ് എക്സാമിൻ്റെ ആൻസർ കീയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയതാര്? രാമൻ നമ്പിയാണ് ഉത്തരം. കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് സമരത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, അയ്യങ്കാളി. കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1991. രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധക്കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്? ഓപ്ഷൻ ഡി, ന്യൂറൻബർഗ്. 18-ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത്? അതായത് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എല്ലായിടത്തും അവൻ ചെങ്ങലയിലാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ജോൺ ജാക്വസ് റൂസോ. താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ സി, പോർച്ചുഗീസ്. 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാമത് സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഈ 3-ൽ ഒന്നല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, നാഗാലാൻഡ്. വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി, അതായത് ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി, സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, സുഭാഷ് ചന്ദ്രബോസ്. 1993 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്ന പേരാണ്? ഓപ്ഷൻ ഡി, ഹരിജൻ യാത്രാ പര്യടനം. അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, പുരാന കില. 11 താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടതെന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മണൽക്കല്ല് സ്വിറ്റ്സ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള ജോഡി. 12 സർവേ ഓഫ് ഇന്ത്യ ട്രോപ്പോഗ്രഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷൻ ആണ് ഉപയോഗിക്കുന്നതെന്നാണ്? ഓപ്ഷൻ സി, പോളികോണിക് പ്രൊജക്ഷൻ. 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിലിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും വിതച്ച നോട്ടോ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി, ജപ്പാൻ. ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറ വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി, കോഴിക്കോട്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഭൂതാപ നിലയം? അത് ചോദ്യത്തിലൊരു തെറ്റുണ്ട്. ഭൂതാപ നിലയം ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ടേക്കാം. ഓക്കെ. 16 ഫാക്ടറി ചെലവിൽ GDP ഇതിന് തുല്യമാണ്? ഓപ്ഷൻ എ, വിപണി വിലയിൽ GDP അറ്റ പരോക്ഷ നികുതികൾ. ഫാക്ടറി ചെലവിൽ GDP ഇതിന് തുല്യമാണ്. വിപണി വിലയിൽ GDP അറ്റ പരോക്ഷ നികുതികൾ. സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഉത്തരം ഓപ്ഷൻ ബി, 9ാം പഞ്ചവത്സര പദ്ധതി. എല്ലാ സംഘടിത തൊഴിലാളികളെയും കേന്ദ്രീകൃത ഡേറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഇ-ശ്രം പോർട്ടൽ ആരംഭിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി, ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയം. ഇന്ത്യയിലെ പണനയത്തിന്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1ഉം 3ഉം മാത്രമെന്നാണ്. അതായത് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, ദെൻ നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ. ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി, കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളും. ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60-ൽ നിന്ന് 50 കുറച്ച സംസ്ഥാനമേത്? ഓപ്ഷൻ എ, ജാർഖണ്ഡ്. ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ മുകളിൽ ആ പ്രസ്താവനകളിൽ
തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. ഓപ്ഷൻ ബി 2 മാത്രം. ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ഉത്തരം. അതിൽ ശരിയായ പ്രസ്താവന ഒന്നേ ഉള്ളൂ, ഓപ്ഷൻ ബി ആണ് ഉത്തരം. നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. ഇതാണ് ശരി. മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിലെ അംഗമായിരുന്നു എന്നത് തെറ്റാണ്. ഓക്കെ, ആശയം മുന്നോട്ട് വെച്ചത് നെഹ്റു ആണെന്നുള്ളതും തെറ്റാണ്. 23 ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അത് താഴെ പറയുന്നവയിൽ ഏതിന് വിധേയമാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2, 3 മാത്രം. 2ഉം 3ഉം മാത്രം. ഇതാണ് ഉത്തരം. 25 ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. 106 ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റങ്ങൾ ഏതെന്നാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം മാത്രം. അതായത് ഭേദഗതി ചെയ്ത ആർട്ടിക്കിള് 239A ആണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 330A, 332A ഇവ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ ഏതാണ് സിവിൽ സർവീസിൻ്റെ പ്രവർത്തനമല്ലാത്തത്? ഗവൺമെൻറ്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. വിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ള NEGPയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം മാത്രം. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം. COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് ഓപ്ഷൻ ബി, ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. കാട്ടുകുതിര എന്ന സിനിമയുടെ കർത്താവ് ആരാണ്? കാട്ടുകുതിര എന്ന സിനിമയുടെ കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, SL പുരം സദാനന്ദൻ. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയതാരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. MS ഗുപ്തൻ നായർ. കുമാരനാശാൻ അന്തരിച്ച വർഷം 1924. കാഞ്ചനസീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ഓപ്ഷൻ എ, G അരവിന്ദൻ. 2024 ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി, ലയണൽ സ്കലോണി. കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി, മലപ്പുറം. 2023 വിംബിൾഡണിൽ വിജയം നേടിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. കാർലോസ് അൽക്കാരാസ്. കാർലോസ് അൽക്കാരാസ് ആണ് 2023 വിംബിൾഡണിൽ വിജയം നേടിയത്. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകമേതാണ്? ഓപ്ഷൻ സി ആണ്. അഗ്നിസാക്ഷി. ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? ഓപ്ഷൻ എ, റസൂൽ പൂക്കുട്ടി. ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ തെണ്ടുൽക്കർ നേടിയ റൺസിന്റെ എണ്ണം. എത്ര റൺസ് നേടി? 18,426. ഓപ്ഷൻ ഡി. ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിൻ്റെ ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ, അതുപോലെ തന്നെ ഉപയോക്തൃ നാമങ്ങൾ, ദെൻ പാസ്വേഡുകൾ മുതലായവ പോലുള്ള സെൻസിറ്റീവ് ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഒരു ഫിഷിംഗ് സംവിധാനം. നോക്കി, ഒരു വെബ്സൈറ്റിൻ്റെ ക്ലോൺ ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം തന്നെ അത് ഓപ്ഷൻ സി, വെബ് ഹൈജാക്കിംഗ് അല്ലെങ്കിൽ വെബ് ജാക്കിംഗ് എന്ന് പറയാം.
സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ലാരി പേജും സെർജി ബിനും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകളിൽ ഒന്നാണ് ഗൂഗിൾ സെർച്ച് എഞ്ചിൻ. താഴെ പറയുന്നവ പൊരുത്തപ്പെടുത്തുക എന്നുള്ളതാണ് 44. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ടുള്ളത്. ഓപ്ഷൻ ഡി. 45. കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡേറ്റയും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെൻ്റൽ മെമ്മറി എവിടെയൊക്കെ എടുത്ത് വെക്കുന്നത്? ക്യാഷ് മെമ്മറിയിലേക്കാണ് എടുത്ത് വെക്കാറുള്ളത്. ഉത്തരം ഓപ്ഷൻ സി, ക്യാഷ് മെമ്മറി. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹം അല്ലാത്തത് എന്നാണ് ചോദ്യം. ഉത്തരം 46. ഉത്തരം ഓപ്ഷൻ ബി ആണ്, IXPE എന്നാണ് ഉത്തരം. 47. ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ചുള്ള കൺവെൻഷനുകളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 1, 2. ഓപ്ഷൻ ഡി 1, 2, 3, 4 അതാണ് ശരിയായ ഉത്തരം. സൂര്യഭൗമ വ്യവസ്ഥിതിയുടെ ലഗ്രാഞ്ചെ പോയിന്റിന്റെ ദൂരം എത്രയാണ്? ഭൂമിയിൽ നിന്ന് 1.5 ദശലക്ഷം കിലോമീറ്റർ ആണ്. താഴെ പറയുന്നവയിൽ ഏതാണ് 2018 ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി? ഓപ്ഷൻ ബി ആണ്, ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. താഴെ പറയുന്ന പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിൽ ഇന്ത്യയിലെ വൈദ്യുതോൽപാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ ഡി ആണ്, സൗരോർജം, ദെൻ കാറ്റ് ശക്തി, ബയോമാസ്. 2 സംഖ്യകൾ 3:5 എന്ന അനുപാതത്തിലാണ്. ഓരോ സംഖ്യയും 10 കൂട്ടിയാൽ അവയുടെ അനുപാതം 5:7 ആയി മാറുന്നു എങ്കിൽ സംഖ്യകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 15, 25. 15, 25. ഓപ്ഷൻ ഡി. 60 ദിവസം കൊണ്ട് ഒരു നിർമ്മാണ ജോലി പൂർത്തിയാക്കാൻ ഒരു കരാറുകാരൻ 210 ആളുകളെ നിയമിച്ചു. 12 ദിവസത്തിന് ശേഷം 70 പേരെ കൂടി പുതുതായിട്ട് ചേർക്കുകയാണ് എങ്കിൽ ബാക്കി ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാകും എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, 36 ദിവസം. ഒരാൾ 2 കുതിരകളെ 6000 രൂപയ്ക്ക് വിൽക്കുന്നു. ഈ ചോദ്യത്തിൽ മലയാളം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. അതിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യനിൽ കൃത്യമായി പറയുന്നുണ്ട്, ഹി ഈസ് സെല്ലിംഗ് ഈച്ച് ഹോഴ്സ് അറ്റ് എ പ്രൈസ് ഓഫ് 6000 എന്നാണ് കേട്ടോ. 2 കുതിരകളെ 6000 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 3000 അങ്ങനെയല്ല. ആ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ കൂടി വായിക്കണം. ഓരോ കുതിരയും 6000 രൂപയ്ക്ക് വിൽക്കുന്നു. ആ ഇടപാടിൽ നഷ്ടമോ ലാഭമോ അയാൾക്ക് ഇല്ല. അയാൾ കുതിരയെ 25% അയാൾ ഒരു കുതിരയെ 25% ലാഭത്തിൽ വിറ്റെങ്കിൽ മറ്റേ കുതിരയെ വിൽക്കുന്ന നഷ്ടത്തിൻ്റെ ശതമാനം എത്രയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്, 16, 2/3. ഓരോ 1/10 കിലോഗ്രാം തൂക്കമുള്ള ആപ്പിൾ കൊണ്ട് ഒരു പെട്ടി നിറയ്ക്കണം എങ്കിൽ ആപ്പിൾ നിറച്ചതിന് ശേഷം പെട്ടിയുടെ ഭാരം 4/5 കിലോഗ്രാമിൽ കൂടരുത്. പെട്ടിയിൽ വയ്ക്കാവുന്ന പരമാവധി ആപ്പിൾ എത്രയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്, 8 ആപ്പിൾ എന്നാണ് ഉത്തരം. ഗണിത ശ്രേണിയിൽ 10877 തുക ലഭിക്കാൻ എത്ര പദങ്ങൾ ചേർക്കണം? ഓപ്ഷൻ സി ആണ്, 73 പദങ്ങൾ. 42 സെൻറ്റിമീറ്റർ വ്യാസവും 16 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള ബക്കറ്റിൽ നിറയെ മണൽ നിറച്ചിരിക്കുന്നു. ബക്കറ്റിലെ മണൽ താഴേക്കിട്ടപ്പോൾ മണൽ ഒരു കോണിൻ്റെ ആകൃതിയിലേക്ക് മാറി. ആ കോണിൻ്റെ ഉയരം 21 സെൻറ്റിമീറ്റർ ആണെങ്കിൽ കോണിൻ്റെ അടിസ്ഥാന വിസ്തീർണം എത്രയാണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1980. അടുത്ത 57ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 1/20 എന്നാണ് ഉത്തരം. 1/20. ഓപ്ഷൻ ബി ആണ്, 1/20. ദെൻ 58ാമത്തെ ചോദ്യോത്തരം ഓപ്ഷൻ ഡി ആണ്, 2 എന്നാണ് ഉത്തരം. ഓപ്ഷൻ ഡി ഉത്തരം 2. ദെൻ
59 2 വർഷത്തേക്ക് പ്രതിവർഷം 10% എന്ന നിലയിൽ ഒരു നിശ്ചിത തുകയുടെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം 25 എങ്കിൽ തുക കണ്ടെത്തുക. ഓക്കെ, അതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം, 2500. അടുത്ത ചെയ്ത് 60 - 10 എന്നാൽ 600. 12/4 എന്നാൽ 16. ദെൻ 6 × 3 എന്നാൽ 3. 10/2 എന്നാൽ 5 എങ്കിൽ ഈ ഒരു ചോദ്യം നിങ്ങളതിൻ്റെ അത്ര ക്ലിയർ ആയിട്ടില്ല. 60ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 0 ഉത്തരവായിട്ട് വരിക, 0. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 61. അർജുൻ തൻ്റെ വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ പടിഞ്ഞാറേക്ക് പോകുന്നു. പിന്നീട് ഇടത്തേക്ക് തിരിഞ്ഞ് 15 കിലോമീറ്റർ നടന്നു. പിന്നീട് കിഴക്കോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ നടന്ന് ഒടുവിൽ ഇടത്തേക്ക് തിരിഞ്ഞ് 15 കിലോമീറ്റർ പിന്നിട്ടു. ഇവൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ ദൂരെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്, 15 കിലോമീറ്റർ ദൂരം. അടുത്തത് ആൽഫ സംഖ്യാ ശ്രേണിയിലെ അടുത്ത പദം കണ്ടെത്തുക എന്നുള്ളതാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. വർഷത്തിലെ ആദ്യ ദിവസം ഞായറാഴ്ചയാണെങ്കിൽ വർഷത്തിലെ അവസാന ദിവസം ഏതാണ്? അതിവർഷമല്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഉത്തരം ഓപ്ഷൻ സി, ഞായർ തന്നെയാണ്. ദെൻ 64ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 64 ഓപ്ഷൻ ഡി ആണ്, ഗ്രാൻഡ് ഡോക്ടർ. റിലേഷനാണ്, ഗ്രാൻഡ് ഡോക്ടർ എന്നാണ് ഉത്തരം. ദെൻ 65ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 22. 66 റെഡ് = 12, ബ്ലൂ = 20, വയലറ്റ് = 42. വാട്ട് ഈസ് ദ കോഡ് ഫോർ മജന്ത? 66ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് വരിക, 56. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ അവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക് അറ്റ് 6:40? ഉത്തരം ഓപ്ഷൻ എ ആണ്, 40 ഡിഗ്രി. 68ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 68 ഓപ്ഷൻ സി ആണ്, 10 AM എന്നാണ്, 10 AM. 69 the average of 6 consecutive even numbers is 25. What is the difference between the largest and the smallest numbers? തുടർച്ചയായി വരുന്ന 6 ഇരട്ട സംഖ്യകളുടെ ആവറേജ് എന്ന് പറയുന്നത് 25 ആണ്. അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് ചോദ്യം. ഉത്തരം വരിക ഓപ്ഷൻ ബി ആണ്, 10. അടുത്ത ചോദ്യം, ഒരു ഫംഗ്ഷനിൽ 40 ഫ്രണ്ട്സ് അറ്റ് എ മാരേജ് പാർട്ടി ഷുക്ക് ഹാൻഡ്സ് വിത്ത് ഈച്ച് അതർ. ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്ത 40 പേര് പരസ്പരം എന്ത് ചെയ്തു? ഷേക്ക് ഹാൻഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഷേക്ക് ഹാൻഡുകളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 780. ദെൻ വാട്ട് ഈസ് ദ ടേം ഫോർ എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ്? ഉത്തരം വെർബോസിറ്റി ആണ്, വെർബോസിറ്റി. 72ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഷീ സെഡ് ഷീ വുഡൻറ്റ് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ്. ദെൻ 73ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 73 ഓപ്ഷൻ സി ആണ്, ദ സ്റ്റാലിയൻ ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഹിസ് സ്ട്രെങ്ത്. ദ സ്റ്റാലിയൻ ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഹിസ് സ്ട്രെങ്ത് എന്നാണ്. 74ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ദ നൈറ്റ് റോഡ് ഹിസ് റോസ് ഇൻ ടു ദ സൺ. ദ നൈറ്റ് റോഡ് ഹിസ് റോസ് ഇൻ ടു ദ സൺസെറ്റ്. 75ാമത്തെ ചോദ്യം, വിച്ച് സെൻറ്റൻസ് യൂസസ് കറക്റ്റ് കമ്പറേറ്റീവ് ഡിഗ്രി എന്നാണ്. കമ്പറേറ്റീവ് ഡിഗ്രി കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഷീ റൺസ് ഫാസ്റ്റർ ദാൻ ഹിം. 76 വാട്ട് ഡസ് ദ ഇഡിയം സ്പിൽ ദ ബീൻസ്? സ്പിൽ ദ ബീൻസ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ടു റിവീൽ ദ സീക്രട്ട് ആണെന്നാണ്, രഹസ്യം വെളിപ്പെടുത്തുക. 77ാമത്തത് ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ദ ചൈൽഡ് ഫെൽ അസ്ലീപ് ഡ്യൂറിങ് ദ മൂവി. 78 അടുത്തത് റെബേക്ക റെയർലി ഈറ്റ്സ് സ്വീറ്റ്സ് എന്നാണ് ഉത്തരം. ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓപ്ഷൻ ബി ആണ്. 78ൻ്റെ ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ എ ആണ്, ഡസ് ഷീയെ വരുള്ളൂ. ഡസ് ഷീ എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം, ഡസ് ഷീ, ഓപ്ഷൻ എ. ദെൻ 79ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജെനോസൈഡ് എന്നാണ്. വാട്ട് ടേം ഡിസ്ക്രൈബ്സ് ദ ഡെലിബറേറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് എക്സ്റ്റർമിനേഷൻ ഓഫ് എ നാഷണൽ റേഷ്യൽ പൊളിറ്റിക്കൽ കൾച്ചറൽ ഗ്രൂപ്പ്?
ഒരു ജനതയെ മൊത്തത്തിൽ ഇല്ലായ്മ ചെയ്യുക, കൊല ചെയ്യുന്നതിന് ജനസൈഡ് എന്നാണ് പറയുക. ദെൻ 80ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ്, കെയർഫുൾ. മെറ്റിക്കുലസ് എന്നുള്ളതിൻ്റെ സിനോണിമാണ് കെയർഫുൾ. 81 ഓപ്ഷൻ സി ആണ് ഉത്തരം, അഡ്വേർബ്. ഓക്കെ. ദെൻ 82ാമത്തെ ചോദ്യം, ചൂസ് ദ ഇൻകറക്റ്റ് സ്പെല്ലിംഗ് എന്നാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 2ഉം 3ഉം ഇൻകറക്റ്റ് ആണ്. 83 ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ഇൻകറക്റ്റ് പ്രിപ്പോസിഷൻ യൂസേജ് എന്നാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ദ ടീച്ചർ ഇൻസിസ്റ്റഡ് ഇൻ കംപ്ലീറ്റിംഗ് ദ അസൈൻമെന്റ് എന്നുള്ളതാണ് തെറ്റായ ഉത്തരം. ദെൻ 84 ക്വസ്റ്റ്യൻ, അത് ഡിലീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. 84. ദെൻ 85 ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്നാണ്. 85 ഉത്തരം ഓപ്ഷൻ ബി, ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് ദെയർ ഓൺ ലാപ്ടോപ്പ്. ഓപ്ഷൻ ബി. 86 ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് കറക്റ്റ് യൂസ് ഓഫ് പാസീവ് വോയിസ് എന്നാണ്. 86 അതിൽ കറക്റ്റ് ആൻസർ വന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് ആ ചോദ്യത്തിൽ. 87 സെലക്ട് ദ സെന്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. 87ന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 87 ഓപ്ഷൻ ബി. 88 ഓപ്ഷൻ സി ആണ് ഉത്തരം, കംഫർട്ട്ലെസ്. അന്റോണിം ഓഫ് കംഫർട്ടബിൾ ആണ് കംഫർട്ട്ലെസ്. 89 ചൂസ് ദ കറക്റ്റ് സെന്റൻസ് വിത്ത് കറക്റ്റ് യൂസേജ് ഓഫ് ദ ഫ്രേസൽ വെർബ് ഗിവിൻ. ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ്, ഹി ഗേവ്. 89ന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഹി ഗേവ് ഇൻ ടു ഹിസ് ഫ്രണ്ട്സ് റിക്വസ്റ്റ് എന്നുള്ളതാണ്. ദെൻ 90ന്റെ ഉത്തരം വരിക ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഷീ എൻജോയ്സ് സ്വിമ്മിങ് ഇൻ ദ ഓഷ്യൻ. 91 പക്ഷിക്കൂട് എന്ന പദത്തിന്റെ പര്യായം ചുവടെ നൽകുന്നവയിൽ ഏതാണെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, നീഢം. വാക് പ്ലസ് വാദം. 92ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വാഗ്വാദം. ഓപ്ഷൻ സി ആണ്. 93 അമരം എന്നുള്ളതിന്റെ വിപരീത പദം. ഓപ്ഷൻ ബി ആണ്, അണിയം. 94 പഴഞ്ചൊല്ല് കണ്ടെത്തുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ, അധികമായാൽ അമൃതം വിഷം. 95 ശരിയുത്തരം തിരഞ്ഞെടുക്കുക, താ വഴി എന്നുള്ളതാണ്. 95 സി, തായ് പ്ലസ് വഴിയാണ്. അടുത്തത്, പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്തുക. പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഏകവചനമാണ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. 97 ഓപ്ഷൻ ബി ആണ്, വിദ്യുത് ശക്തി. വിദ്യുത് ശക്തിയാണ് ഉത്തരം. 98 ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ്, 100 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ഭൂമി. 100 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ഭൂമി. 99 ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഐ ആം സഫറിംഗ് ഫ്രം ഹെഡേക്ക്. ഐ ആം സഫറിംഗ് ഫ്രം ഹെഡേക്ക്. 100 അറിയാനുള്ള ആഗ്രഹം. ഒറ്റപ്പദം. ഓപ്ഷൻ എ ആണ്, ജിജ്ഞാസ. നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.